കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടി ആശീർവദിച്ച് കൊടികയറ്റം നടത്തി. ദേവാലയത്തിൽ എത്തിച്ചേർന്ന ബിഷപ്പിനെ മുത്തുക്കുടകളും വാദ്യമേളവും ബാലികമാരുടെ നൃത്ത ആവിഷ്കാരത്തോടെ വികാരിയും വൈദികരും സിസ്റ്റേഴ്സും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമാക്കി ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വിശ്വസിനുള്ള ഭക്തിയും നമ്മളെല്ലാവരെയും വിശുദ്ധരാക്കി തീർക്കുവാനാണ് സഭയിൽ കൊണ്ടാടുന്നത്. ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം എന്നുള്ള ആ വചനം എപ്രകാരം വിശ്വസന്മാർ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കിയോ വിശ്വസരായി തീർന്നുവോ അതനുസരിച്ച് നമ്മയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് വിശുദ്ധരാകുവാൻ വിശുദ്ധന്മാർ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധ ഗണത്തിൽപ്പെട്ടവരുമാണെന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുമ്പോൾ ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ഞാനും നിങ്ങളും നമ്മുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും വിശുദ്ധരായിത്തീരണം. ആ വിശുദ്ധിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നതും നമ്മുടെ യാത്രകൾ സ്വീകരിക്കപ്പെടുന്നതുമല്ല. ഫാദർ ബെഞ്ചമിൻ ജൈജു എലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി. തീർത്ഥാടന കേന്ദ്രം റെക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു. അന്തോണീസ് പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രം ആയിരങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങൾ ആയിരക്കണക്കിന് പേര് കടന്നു വരുന്ന ഒരു സ്ഥലമാണ് പുണ്യവാന്റെ ഈ തീർത്ഥാടന കേന്ദ്രം. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടു കൂടി പുണ്യവാന്റെ മുൻപിൽ തങ്ങളുടെ നിയോഗങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പുണ്യവാൻ അത് ശ്രവിക്കുകയും അവരെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസവും ഇവിടെയുണ്ട്. ഊട്ടുതിരുനാളിനെ സംബന്ധിക്കുവാൻ ഒത്തിരി അകലിൽ നിന്ന് പോലും ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. സൗഖ്യദായകമായ ഊട്ടുതിരുനാൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു സൗഖ്യം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ബോധ്യത്തിലൂടെ കടന്നു വരുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെ മുതൽ വൈകിട്ട് 5:30 സാഘോഷമായിട്ടുള്ള ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച പ്രത്യേകിച്ച് പ്രസിദ്ധന്തിമാരുടെ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അന്നേ ദിവസം രാവിലെ 9:30 പ്രസിദ്ധന്തി വാഴ്ചയും 10 മണിക്ക് കണ്ണൂർ സഹായമെത്രാൻ ഡെന്നിസ് കുറുക്കശ്ശേരി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഇടവക ജൂബിലിയോടനുബന്ധിച്ച്, അതായത് പൊന്നാവ് കൊണ്ടുവന്നിട്ട് 50 വർഷം തികയുന്ന ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിൻ്റെ താക്കോൽദാനവും നിർവഹിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇടവകയിൽ നിന്ന് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ഡെന്നിസ് പിതാവ് നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസം വേസ്പര ദിനമാണ് 11-ാം തീയതി. വൈകിട്ട് സാഘോഷമായിട്ടുള്ള തിരുനാൾ ദിവ്യബലിയും പ്രദർശനവും ഉണ്ടായിരിക്കും. 13-ാം തീയതിയാണ് 12-ാം തീയതിയാണ് തിങ്കളാഴ്ച. 13-ാം തീയതിയാണ് നമ്മുടെ അടുത്ത ചൊവ്വാഴ്ച സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുനാൾ. രാവിലെ 10:15 അഭിയുന്യ പിതാവ് അംബ്രോസ് പിതാവ് ഇവിടെ വന്ന് ഊട്ടുസദ്യയ്ക്ക് ആശീർവദിച്ച് അത് വിതരണം ചെയ്യുവാനായിട്ടുള്ള തുടക്കം കുറിക്കുന്നു. തുടർന്ന് അദ്ദേഹം ദിവ്യബലിയിൽ കാർമ്മികത്വം വഹിക്കും. 13-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഊട്ടുതിരുനാൾ. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമാണ് ചെട്ടിക്കാട്. റെക്ടർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, സഹവികാരി ഫാദർ അജയ് പുത്തൻപറമ്പിൽ, ബീനൻ താണിപ്പള്ളി, അലക്സ് പള്ളിയിൽ, ആൽബി പടമാട്ടുമേൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.